അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്നുള്ള തെളിവുണ്ടോ? അദ്ദേഹം പറഞ്ഞത് നോ അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചാൽ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും ബാധകമാണ്, എനിക്കും ബാധകമാണ്. ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതെല്ലാം 100% ശരിയായിക്കൊള്ളുന്നില്ല. അത് ആ ആരോപണത്തെക്കുറിച്ച് അന്വേഷണം നടത്തി നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കണം. ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഇതില്ലേ നിങ്ങൾ ഞാൻ പലപ്പോഴും ഇത് ആവർത്തിച്ച വിഷയമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിമാർ മാത്രമല്ല, മന്ത്രിമാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. അത് നമ്മളൊരു സിസ്റ്റം എങ്ങനെയാണ്, അത് നിയമപരമായ വ്യവസ്ഥകളുണ്ട്. ഒരാരോപണം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇതിനെ സമീപിക്കണം, എന്ത് നിലപാടെടുക്കണം, അത്തരം ഭരണപരമായ കാര്യങ്ങൾ ചുമതലയുണ്ട്. ആരോപണം ഉന്നയിച്ചാൽ ഉടനെ നടപടിയല്ല സ്വീകരിക്കേണ്ടത്. ഒരാൾ പേരിൽ നടപടി എടുത്തല്ലോ. അവിടുത്തെ പഴയ മലപ്പുറം SP ആയിരുന്ന ഒരാളില്ലേ, സുജിത് ദാസ്, അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി എടുത്തല്ലോ. അത് നടപടി പ്രാഥമികമായ പരിശോധനയിൽ തന്നെ അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് നടപടി എടുത്തിട്ടുള്ളത്. അത് ഗവൺമെൻറ് നിലപാടിൻ്റെ ഭാഗം തന്നെയാണത്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പരിശോധനയിലാണ്. പരിശോധിച്ച് എന്ത് നിലപാട് എന്നുള്ളത് കാത്തു നിൽക്കാതെ, അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാതെ ഇത്തരം ഒരു രീതി സ്വീകരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം. പൂവലം കരക്കലിൻ്റെ അത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളും പത്രങ്ങളൊക്കെ പലതും ഇപ്പോൾ എഴുതിയിട്ടുണ്ടല്ലോ. പക്ഷേ ഗവൺമെൻറ് നിലപാട് പറയട്ടെ. ഗവൺമെൻറ് നിലപാട് പറയുന്ന സമയത്ത് നിങ്ങൾക്കും കൂടുതൽ അത് സംബന്ധിച്ച് പ്രതികരിക്കാൻ കഴിയും, ഞങ്ങൾക്കും പറയാൻ കഴിയും അഭിപ്രായങ്ങൾ. അതാണ് അക്കാര്യത്തുള്ളത്. പൂരം അലങ്കോലപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പൂരം അലങ്കോലപ്പെട്ടത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിന് അല്പം സമയമെടുത്തു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ അത് സമയമെടുത്തു കഴിഞ്ഞാൽ അവസാനം സമയം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് 24-ാം തീയതിക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. 24-ാം തീയതിക്ക് മുമ്പ് തന്നെ റിപ്പോർട്ട് ലഭിച്ചു. റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അതിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഗൗരവമായ അന്വേഷണത്തിൽ തന്നെയാണിതുള്ളത്. ഈ അന്വേഷണത്തിൻ്റെ നില മനസ്സിലാക്കിക്കൊണ്ടുള്ള തീരുമാനങ്ങളാണ് ഇത്തരം കാര്യങ്ങളെല്ലാം സ്വീകരിക്കും. ഇതിലിപ്പം കഴിഞ്ഞ ദിവസം PV അൻവറിനോട് ഇനി പരസ്യ പ്രതികരണം പാടില്ല എന്ന് പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് അൻവർ ഇപ്പം ഇന്നലെ വാർത്താ സമ്മേളനം വിളിക്കുകയും ഇത്തരം അധികം കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുള്ളത്. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്ന് അൻവറിനെ പുറത്താക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന് ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് വാർത്തകളും വരുന്നുണ്ട്. ആ വാർത്തയിൽ ഏതെങ്കിലും തരത്തിൽ വസ്തുതയുണ്ടോ? ഞാൻ CPMൻ്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി അറിയാതെ ഒരു തീരുമാനം പാർലമെന്ററി പാർട്ടി എടുക്കില്ല എന്നുള്ള അത്രയും കാര്യങ്ങൾ അംഗീകരിച്ചാണ് വേണ്ടേ? അല്ല, അത് ഞങ്ങൾ അൻവറിനെ പാർലമെന്ററി പാർട്ടി അംഗത്തിനെ ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. ഒഴിവാക്കുന്നതിന് മുമ്പ് തന്നെ പാർലമെന്ററി പാർട്ടിക്ക് പുറത്തു പോകുന്ന അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPMനും എതിരായി സ്വീകരിച്ച നിലപാട്, അത് സംബന്ധിച്ച് ഞങ്ങളെ പാർട്ടി ഇത് കാര്യങ്ങൾ ആലോചിക്കാൻ പോകുന്നേ ഉള്ളൂ. എന്ത് നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കണം എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ CPIM ഈ കാര്യത്തിൽ നിലപാടുകൾ ആലോചിക്കുള്ളൂ. ഇപ്പം ഇന്നും നാളെയുമായി പാർട്ടിയുടെ PB യോഗം ചേരുകയാണ്, കേന്ദ്ര കമ്മിറ്റി യോഗമുണ്ട്. അപ്പം പാർട്ടി നേതാക്കന്മാരെല്ലാം ഈ യോഗത്തിന് വേണ്ടി ഡൽഹിക്ക് പോയി, മുഖ്യമന്ത്രി ഉൾപ്പെടെ ഡൽഹിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ CPIMൻ്റെ സംഘടനാപരമായ ചില നടപടിക്രമങ്ങളുണ്ട് ഇതിന്. അതിനുശേഷം ഞങ്ങൾ എന്തെങ്കിലും എന്താണ് തീരുമാനമെടുക്കുന്നുള്ളത് പരസ്യപ്പെടുത്താനുള്ള തീരുമാനമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ചിട്ട് സംസാരിക്കും. ഇല്ലില്ല, അതിപ്പോൾ എല്ലാം നിങ്ങൾ ഒരു അത് എത്ര കാലമായത് 24 മൈക്ക് ഞാൻ പറയട്ടെ, ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ട് എത്ര കാലമായ ആരോപണം ഇങ്ങനെ കത്തി നിന്നില്ലേ? ആ ലാവ്ലിൻ ആരോപണം ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്തല്ലേ 2016 തെരഞ്ഞെടുപ്പ്? അതല്ലേ ആ തെരഞ്ഞെടുപ്പിൽ പാർട്ടി MLA അല്ല, അദ്ദേഹം വിജയിച്ചതിന് ശേഷമാണ് അദ്ദേഹം പാർലമെന്ററി പാർട്ടിയിൽ വരുന്നത്.
അത് ആ നിലയിൽ അംഗീകരിക്കണം. അല്ല, പക്ഷേ അതിന്റെ അദ്ദേഹം പറയുമ്പോൾ നമ്മൾ അതിനുള്ള മുഖവിലക്ക് എടുക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് ഒരു മിനിറ്റ് എല്ലാവരും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അല്ല, നിങ്ങളുടെ അണികൾ തന്നെ കടന്നൽ രാജ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു അല്ല നിങ്ങൾ പത്രങ്ങളെല്ലാം പല വ്യാഖ്യാനങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തെ പല രീതിയിലും പത്രങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് ശരിയാണോ എന്നുള്ളത് ഞാനല്ല പറയേണ്ടത്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അദ്ദേഹം തന്നെയാണ് പറയേണ്ടത്. അദ്ദേഹം ഇതിനു മുമ്പ് കുറേ ആരോപണങ്ങൾ വേറെ ഉന്നയിച്ചതുണ്ട് കേരളത്തിൻ്റെ മുമ്പിൽ. അതെല്ലാം അവിടെ കിടക്കുന്നുണ്ട് അൻവറിൻ്റെ രീതിയെ സംബന്ധിച്ച്. അപ്പോൾ അതെന്തോ ആവട്ടെ, ഇപ്പം ഞാൻ സംസാരിച്ചത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉയർന്നു വന്നിട്ടുള്ള സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ ഒരു സമീപനം എന്താണെന്നുള്ളതാണ് ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതാണ് നിങ്ങൾ പരിഗണിക്കുന്നത്. അല്ല, അത് പാർട്ടിയാണ് പറയേണ്ടത്, ഞാനല്ല പറയേണ്ടത്. ഞാനല്ല പാർട്ടി, ഞാൻ പാർട്ടിയുടെ ഭാഗമാണ്. പാർലമെൻ്ററി പാർട്ടിക്കകത്ത് തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ശത്രുക്കളുടെ കയ്യിൽ ആയുധമായി തന്നെയാണ് PV അൻവർ പ്രവർത്തിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൻ്റെ ഒരു ശൈലിയും 2 മണിക്കൂറാണല്ലോ എടുത്തത്. എന്ത് പ്രചാരണമാണ് കൊടുത്തത്? വലിയ പ്രചാരണം കൊടുത്തില്ലേ കേരളത്തിലാകെ? അതാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്. അതിനെത്ര ആയുസ്സുണ്ടാകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അല്ല, അതെല്ലാം പരിശോധിക്കേണ്ട പ്രശ്നം. അതാണ് പരിശോധിക്കുക. താങ്കൾ പറഞ്ഞത് ശരിയാണ്. വലിയ നീക്കമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അത് അദ്ദേഹം എതിരാളിയുടെ കയ്യിൽ കളിക്കുകയാണ്, ഒരു സംശയക്കാര്യത്തിലില്ല. അത് വ്യക്തമാക്കുന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം വന്ന സമയത്ത് ആളുകളെല്ലാം ഇളകി വരാൻ തുടങ്ങിയല്ലോ. പ്രതിപക്ഷത്തുള്ള എല്ലാവരും ഇളകി വരാൻ തുടങ്ങി, പ്രതികരിക്കാൻ തുടങ്ങി. അപ്പം അതിനെ പിന്തുണയ്ക്കുകയാണ്. അൻവർ കോൺഗ്രസിൻ്റെ ഒരു കൾച്ചർ ഉണ്ടായിരുന്ന ഒരാളാണ് അൻവർ. അദ്ദേഹം കോൺഗ്രസ് വിട്ടിട്ടാണ് ഇടതുപക്ഷ ചേരിയിലേക്ക് വരുന്നത്. ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നിലമ്പൂരിൽ കോൺഗ്രസിനെ തോൽപ്പിക്കുന്നതിന് അത് സഹായകരമാകുമെന്നുള്ളത് കൊണ്ട് ഞങ്ങളത് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടിനനുസരിച്ച് നിൽക്കാൻ അദ്ദേഹം സന്നദ്ധമായപ്പോൾ അദ്ദേഹത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ സ്ഥിതി. അതൊക്കെ വരട്ടെ, അതൊക്കെ വരുമ്പോൾ നമുക്ക് നോക്കാമല്ലോ. അതെല്ലാം അക്കാലത്ത് നടത്തിയിട്ടുള്ള പ്രചരണമാണ്. അതെല്ലാം അടിസ്ഥാനരഹിതമാണ്. കോടിയേരിയുടെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പാർട്ടി നേതൃത്വത്തിൽ ആലോചിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബവും കൂടിയുമായിട്ട് ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. അതിലൊന്നും വേറെ വ്യാഖ്യാനം നടത്തിയിരുന്ന കാര്യം അത് ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ അനാവശ്യമായ കാര്യങ്ങൾ. അതൊക്കെ അനാവശ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ പറയാൻ അതിനുള്ള ആധികാരികത എന്താ അദ്ദേഹത്തിന് അതിനുള്ള ആധികാരികതയൊന്നും ഇല്ലല്ലോ. ഇന്നതാണ് സ്ഥിതി എന്നുള്ളത്. ഇതിൻ്റെ ആലോചന നടത്തിയ പാർട്ടി സംവിധാനത്തിൽപ്പെട്ടവരാണല്ലോ ഞങ്ങളല്ല. ഞങ്ങൾക്കല്ലേ അതിനെ സംബന്ധിച്ച് പറയാൻ കഴിയും. പാർട്ടിയിൽ ഇത്രയധികം പിന്തുണയുണ്ട് എന്തായാലും അണികൾക്കിടയിൽ. അങ്ങനെ ഒരു MLA എങ്ങനെ ഈ ശത്രുപക്ഷത്തിന്റെ ആളായി മാറുക? എങ്ങനെ ആർക്ക് MLAക്ക് പാർട്ടി അണികൾ പിന്തുണയുണ്ട് നിങ്ങളോട് ആരാ പറഞ്ഞത്? അങ്ങനെയാണല്ലോ. അങ്ങനെ അദ്ദേഹം പറയുകയല്ല, അദ്ദേഹം അവകാശപ്പെടുകയാണ്, നിങ്ങൾ പ്രചരിപ്പിക്കുകയാണ്, മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. പോരാൾ ഷാജി ഒന്നും CPM-ന്റെ ആധികാരികതയല്ല. നിങ്ങളത് മനസ്സിലാക്കുക. അത് എത്രയോ കാര്യങ്ങൾ പോരാളി ഷാജിൻ്റെ ഒക്കെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് അതാണ് CPM-ന്റെ ആധികാരികത എന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ അതാണ് നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാട്, അതാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അത്തരം ആളുകളാണ് CPM-ന്റെ വക്താക്കളെന്ന് ചിത്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം, അതൊക്കെ ആയിരിക്കും. പക്ഷേ അതിന് CPM-ന് യാതൊരു ഉത്തരവാദിത്വമില്ല. അത് സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടത് ഒരു CPM അല്ലേ? ദയവ് ചെയ്ത് നിങ്ങൾ അത് CPM-ന് വിടും. മറ്റൊരു കാര്യം, അതായത് ഇപ്പം കഴിഞ്ഞ ദിവസം TP എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ P ശശിക്കെതിരെ പരാതികളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അൻവർ അതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ P ശശിക്കെതിരെ ക്ലീൻ ചീറ്റ് നൽകുകയാണ് പാർട്ടി നൽകിയിട്ടുള്ളത്. അപ്പം അത് എന്തുകൊണ്ടാണ്? അല്ല, അത് ശശിക്ക് ക്ലീൻ ചീറ്റ് നൽകിയത് പരാതിയിലുള്ള പ്രശ്നങ്ങൾ പരിശോധിച്ചിട്ട് തന്നെയായിരിക്കും. പാർട്ടി അത് പരിശോധിക്കാൻ പോകുന്നില്ല. പാർട്ടി പരിശോധിക്കുന്നത് എന്നുള്ളത് അത് സംബന്ധിച്ചുള്ള നിലപാടാണല്ലോ ഗോവിന്ദമാഷ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പരാതി വന്നു കഴിഞ്ഞാൽ ആ പരാതി വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫസ്റ്റ് ഒപ്പീനിയൻ ചില സമയത്ത് കിട്ടും. അപ്പോൾ അത് മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പരിശോധിക്കും. പിന്നെ പരാതി ഉന്നയിക്കുന്നത് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർക്കെതിരായിട്ടാണ്. സംസ്ഥാന കമ്മിറ്റിക്ക് മെമ്പറായിട്ടുള്ള ഒരാളെക്കുറിച്ചുള്ള ബോധ്യം പാർട്ടിക്കല്ലേ.
ആ പാർട്ടിയുടെ ബോധ്യത്തിനെതിരായിട്ടുള്ള നിലപാട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് നോക്കി അത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയും. അതാണ് അത്രയും കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്, ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് പാർട്ടി അപ്പോൾ അതിന് അന്വേഷണം നടത്തിയിട്ടില്ല, നടത്താൻ പോകുന്നേ ഉള്ളൂ. അല്ല, അത് ആ പാർട്ടീൻ്റെ അകത്തുള്ള കാര്യം, അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അൻവറിന്റെ ഈ വിവാദം നേരത്തെ ഇങ്ങനത്തെ സാഹചര്യങ്ങളിലെല്ലാം പൊതുസമ്മേളനം നടത്തി ജനങ്ങളിലേക്ക് ഇടയിലേക്ക് പോകുമായിരുന്നു. അൻവറിന്റെ വിഷയത്തിലും പാർട്ടി പൊതുജനങ്ങളിലേക്ക് ഇടങ്ങും പൊതുസമ്മേളനം. അല്ല, എല്ലാം ജനങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ കിടക്കുന്നത്. ജനങ്ങൾ മുമ്പ് ഞങ്ങളപ്പോൾ തുറന്ന് പറയും എന്താ കാര്യമെന്നുള്ളത്. ആവശ്യമായ പരിശോധന നടത്തി പാർട്ടി തീരുമാനിച്ചതിന് ശേഷം ഞങ്ങൾ ഈ വിഷയങ്ങളുടെ വസ്തുത എന്താണെന്നുള്ളതുമായി ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി തന്നെ ചെയ്യും. അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ജനങ്ങളല്ലേ മുഖ്യമായിട്ട്. അത് ശരിയല്ല, അത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ്. മുഖ്യമന്ത്രിക്ക് നിങ്ങൾക്കും പ്രാപ്യമാണ് മുഖ്യമന്ത്രി. നിങ്ങൾ ശ്രമിച്ചിട്ട് മുഖ്യമന്ത്രി കാണാൻ കഴിയാതെ വന്നിട്ടുണ്ടോ? അല്ല, അങ്ങനെയല്ലേ, എല്ലാവർക്കും പ്രാപ്യമാണ്. ശോഭ കെട്ടുമെന്ന് അൻവറല്ലേ പറയുന്നത്. മുമ്പ് ശോഭ കെടുത്തിയിട്ടുണ്ടല്ലോ. അതിനെല്ലാം അതിജീവിച്ച് കൂടുതൽ തിളക്കത്തോടു കൂടി പിന്നെ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നതല്ലേ കേരളത്തിൻ്റെ അനുഭവം. തിളക്കമില്ലാന്ന് അൻവറല്ലേ പറയുന്നത്. അൻവറല്ലേ പറയുന്നത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അൻവറിൻ്റെ അഭിപ്രായങ്ങൾ CPMൻ്റെ ആധികാരികമായ അഭിപ്രായമാണെന്നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആധികാരികമായ അഭിപ്രായമാണെന്നും നിങ്ങൾ ധരിക്കേണ്ടതില്ല. അതല്ല ശരി. അപ്പോൾ അത് ആ കാര്യങ്ങൾ മനസ്സിലായി. നമുക്കിനി വീണ്ടും കാണാം.